2612 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അത് കമ്പനി ബോർഡ് LGS ആണ്. മക്കളെ, വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ ഇതൊന്നറിഞ്ഞോ? നിലവിൽ റാങ്ക് ലിസ്റ്റ് പ്രകാരം 2612 അഡ്വൈസുകൾ അല്ലെങ്കിൽ നിയമനങ്ങൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞ ഒരു പരീക്ഷ. ഇതുവരെയായും നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ല എങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചു തുടങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാകും. ഞാൻ നിങ്ങൾക്ക് എന്താണ് കാര്യമെന്ന് പറഞ്ഞുതരാം. മക്കളെ, ഇത് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ഓർ ബോർഡ്സ് കോർപ്പറേഷൻ എന്ന് പറയുന്ന നിലവിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ആ നോട്ടിഫിക്കേഷൻ പ്രകാരം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലുള്ള നിയമന ശുപാർശകളാണ്. 12/1/2024 ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതായത് ഇനിയും ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി 11/1/2024 വരെയാണ്. നിലവിൽ 2612 വേക്കൻസികൾ, അതായത് ഒഴിവുകൾ ഈ പറയുന്ന പരീക്ഷയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ 2612 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയും നമ്മുടെ മുന്നിൽ എത്ര മാസം കൂടിയുണ്ട്? 11 മാസം കൂടി നമ്മുടെ മുൻപിൽ ഇനിയും അവശേഷിക്കുകയാണ്. അപ്പൊ ഇനിയും ധാരാളം നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഒരു ഭൂരിഭാഗം വരുന്ന ആളുകളെയും, അല്ലെ, ഒരു 90% വരുന്ന ആളുകളെയും ഈ റാങ്ക് ലിസ്റ്റിൽ എടുക്കാൻ സാധ്യതയുണ്ട്. മെയിൻ ലിസ്റ്റിൽ ആകെ 3712 പേരാണ് റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുള്ളത് 3712 പേരാണ്. അതിൽ 2612 പേരെയും ഇതിനോടകം അഡ്വൈസ് അയച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അത്രയും വേക്കൻസികൾ ഈ ഒരു പരീക്ഷയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 22/1/2026 അത് കഴിഞ്ഞിട്ടും ചില വേക്കൻസികൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 2620ഓളം വേക്കൻസികൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കമ്പനി ബോർഡ് LGSൽ. ഇതുകൊണ്ട് തന്നെയാണ് മക്കളെ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പഠിക്കണം എന്ന് പറയുന്നത്. ഇതിൽ OC കാറ്റഗറിയിൽ മെയിൽ 2159 റാങ്ക് വരെ പോയി, ഫീമെയിൽ 2157 റാങ്ക് വരെ പോയി. EWS എല്ലാം OC-ക്കകത്തിൽ തന്നെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കിയ മക്കളെ, നിങ്ങൾ മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ സപ്ലിയിൽ നിന്ന് പോയി, ST ആണെങ്കിൽ സപ്ലിയിൽ നിന്ന് പോയി, SC സപ്ലിയിൽ നിന്ന് പോയിട്ടുണ്ട്, അതേപോലെ LC സപ്ലിയിൽ നിന്ന് പോയിട്ടുണ്ട്, SIUC സപ്ലിയിൽ നിന്ന് പോയിട്ടുണ്ട്, SCC സപ്ലിയിൽ നിന്ന് പോയിട്ടുണ്ട്, ധീവര സപ്ലിയിൽ നിന്ന് പോയിട്ടുണ്ട്, ഹിന്ദു നാടാർ സപ്ലിയിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ സപ്ലി ലിസ്റ്റ് ഉൾപ്പെടെ തൂത്തെടുക്കുന്ന രീതിയിലാണ് കമ്പനി ബോർഡ് LGS റാങ്ക് ലിസ്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും മക്കളെ, പ്രിലിംസിന്റെ കട്ട് ഓഫ് 75.54 ആയിരുന്നു. പ്രിലിംസിന്റെ കട്ട് ഓഫ് 75.54 ആയിരുന്നു. ഏതാണ്ട് 50,000-ഓളം ആളുകളെയാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷ നോട്ടിഫിക്കേഷൻ പ്രകാരം പ്രിലിംസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഈ പറയുന്ന പ്രിലിംസിലും ഏതാണ്ട് ഇത്രയും ആളുകളെ പ്രിലിംസ് പരീക്ഷയിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി യോഗ്യരാക്കാൻ സാധ്യതയുണ്ട്. ഇനിയും മെയിൻ ലിസ്റ്റിന്റെയോ കട്ട് ഓഫ് 76.67 ആയിരുന്നു. പ്രധാന പരീക്ഷയുടെ മുഖ്യ പരീക്ഷയുടെ കട്ട് ഓഫ് 76.67 ആയിരുന്നു. 4038 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് പ്രകാരം മെയിൻ ലിസ്റ്റിൽ 4038 പേരാണ്. അതിൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 3700ഓളം പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് മക്കളെ ഈ പറയുന്ന 4038ൽ ആദ്യ റാങ്കിൽ എത്താൻ വേണ്ടിയിട്ടാണ്. പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, മെയിൻസിന് വേണ്ടി കൂടിയാണ്. പ്രിലിംസിൽ ഏതാണ്ട് 50,000-ഓളം ആളുകളെയാണ് പ്രിലിംസിൽ കഴിഞ്ഞ തവണ ഇട്ടത്. ദെൻ നമുക്ക് വേണ്ടത് മെയിൻസിൽ ആദ്യ റാങ്ക് ആണ്. പക്ഷേ അതിന് നിങ്ങളുടെ മുൻപിൽ തന്നിരിക്കുന്ന പ്രിലിംസിന്റെ സിലബസ് ഇതാണ്. 60 മാർക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ജനറൽ നോളജ്, കറണ്ട് അഫയർ, നേസൻസ് ഭാഗങ്ങളിൽ നിന്നാണ്. അവിടെ തന്നെ നോക്കിയടാ, കറണ്ട് അഫയർ ഭാഗം ശാസ്ത്ര മേഖലയിൽ നിന്നും കായിക മേഖലയിൽ നിന്നും ഒക്കെയുള്ള കറണ്ട് അഫയർ ഭാഗം. അവിടെ നിന്ന് ആകെ 10 ചോദ്യങ്ങളാണ്, 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരിക. ദെൻ അത് കൂടാതെ നോക്കിയേ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഇന്ത്യയുടെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ 10 മാർക്ക്. ദെൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 10 മാർക്ക്. ദെൻ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 10 മാർക്ക്. കേരളത്തിന്റെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട 10 മാർക്ക്. അതേപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, റെനൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 10 മാർക്ക്. ദെൻ സയൻസ് വിഷയം നോക്കുകയാണെങ്കിൽ ബയോളജിയിൽ നിന്ന് 10 മാർക്ക്. ഇത്രയും ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് അവിടുന്ന് 10 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഫിസിക്കൽ സയൻസ്, അതായത് ഫിസിക്സ് അതേപോലെ തന്നെ കെമിസ്ട്രി, ഈ 2 ടോപ്പിക്കുകളിൽ നിന്നായിട്ട് 10 മാർക്ക്. ദെൻ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആകെ 20 മാർക്ക്. ലഘുഗണിത 10 മാർക്കും മാനവ വിഭവശേഷിയിൽ നിന്ന് 10 മാർക്കും. ഇങ്ങനെയാണ് ആകെ 100 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ കുറച്ച് കണ്ടന്റുകൾ മാത്രം പഠിച്ച് അടിപൊളി മാർക്ക് സ്കോർ ചെയ്ത് പ്രിലിംസും ക്ലിയർ ചെയ്ത് മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS. അത്രയും വേക്കൻസികളും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ അവസരം എന്ത് ചെയ്യരുത്, വേസ്റ്റ് ആക്കി കളയരുത്. നിങ്ങളുടെ മുൻപിൽ കിട്ടിയിരിക്കുന്ന ഈ സുവർണ അവസരത്തെ നിങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്ക് നന്നായി പഠിക്കണം.
പഠിക്കാൻ, നിങ്ങൾ സ്വന്തമായി പഠിക്കുന്നെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ ഒരു മെന്ററുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണം, നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണം, നിങ്ങളുടെ സമയം കളയാത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണം, കൃത്യമായിട്ടുള്ള PDF നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടണം, പരമാവധി മോക്ക് എക്സാമുകൾ നിങ്ങൾ ചെയ്തിരിക്കണം, അതേപോലെ തന്നെ റിവിഷൻ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കിട്ടിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കമ്പനി ബോർഡ് LGS VFA ബുക്കുകളുടെ ഈ 3 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും ഒരു കോമൺ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് 3-ന് കമ്പനി ബോർഡ് LGS VFA ബുക്കുകളുടെ ഇതിന്റെ എല്ലാം മെയിൻസ് അതേപോലെ തന്നെ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഒറ്റ ഫീസ് പേയ്മെന്റിൽ നിങ്ങൾക്ക് ഈ 3 പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കാമെന്നുള്ളതാണ്. സെപ്പറേറ്റ് ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സമയം തന്നെയാണ്. ഒരിക്കലും ഈ അവസരം നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. ഇവിടെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കാണും. നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുന്നു ക്ലാസ് കാണുമ്പോൾ. ഇല്ല, ഇവിടെ കൃത്യമായി 1 മണിക്കൂറാണ് കണ്ടന്റ് എങ്കിൽ 1 മണിക്കൂറും പ്യുവറായിട്ട് കണ്ടന്റ് ആയിരിക്കും. അതിനുശേഷം PDF നോട്ടുകളാണ്. നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കാൻ കഴിയും വിധത്തിലുള്ള PDF മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് തരിക. അത് നിങ്ങൾക്ക് PDF പ്രിന്റ് എടുത്ത് വരച്ച് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതുകൂടാതെ പരമാവധി ഡെയിലി എക്സാമുകളുണ്ട്, വീക്ക്ലി എക്സാമുകളുണ്ട്, മന്ത്ലി എക്സാമുകളുണ്ട്. അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ, എല്ലാ തവണയും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അതും പോരാഞ്ഞിട്ട് മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോടാ? ഈ ബാച്ചിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്കുള്ളൊരു പ്രോപ്പർ മെന്റർ സപ്പോർട്ടാണ്. നിങ്ങൾക്ക് കൃത്യമായുള്ളൊരു മെന്റർഷിപ്പ് നമ്മൾ തന്നിരിക്കും. നിങ്ങൾ എവിടെ വീണു പോയാലും നിങ്ങൾക്ക് വിളിക്കാൻ, നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങളിവിടെ റെഡിയാണ്. അതും മാത്രമല്ല മക്കളെ, പരമാവധി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ലൈവായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അത്രയും സൗകര്യങ്ങളുള്ള ഒരു ബാച്ചാണ്. സമയം വൈകി പോയിട്ടില്ല. ഇപ്പോഴാണ് അതിന്റെ ബെസ്റ്റ് ടൈം. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഇനിയും വൈകിയാൽ ഒരു പക്ഷേ ഈ അവസരം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തോളാം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവിടെ ഡെമോ ക്ലാസ് കാണാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ട്രയ ബാച്ചിലേക്ക് കയറിയാൽ മതി. ട്രയ എന്നാണ് ബാച്ചിന്റെ പേര്. അവിടെ കയറുമ്പോൾ നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കാണാൻ പറ്റും. ഡെമോ ക്ലാസ് നോട്ടും ഒക്കെ കണ്ട് ബോധ്യപ്പെട്ട നേരെ പർച്ചേസ് ചെയ്തോ. ഇനി അവിടെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ നേരിടുകയാണ് എങ്കിൽ 8281223366 നമ്പറിലോട്ട് വിളിച്ചോടാം. ധൈര്യമായിട്ട് വിളിച്ചോ. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. നിങ്ങളെ ജോലിയിൽ എത്തിക്കാനായിട്ട് ഞങ്ങളിവിടെ കാണും. നമുക്ക് ക്ലാസ്സിൽ കാണാം.